നമസ്തേ നമസ്തേ ചേച്ചി നമസ്തേ. ഇത് തന്നെ രണ്ടുപേരും ഒരേ നിറമൊക്കെ ഇട്ട് ഭയങ്കര അപ്രതീക്ഷിതമായിട്ട് ചുമ്മാ പറയല്ലേ. എന്തായാലും ഇട്ട് കഴിയുമ്പോ ഇത്ര മനസ്സിന്റെ ഐക്യം എപ്പോഴും സംഭവിക്കാറുണ്ട് അങ്ങനെ. ആണോ? അപ്പൊ വേവ് ലെങ്ത് ഭയങ്കര കൂടുതലാണ്. ഇത്തിരി കൂടുതല, ഇച്ചിരി കൂടുതലാന്ന്. എന്തായാലും ചേച്ചിയും ചേട്ടനും വരുമ്പോ നമുക്ക് ഇഷ്ടംപോലെ വിശേഷങ്ങളുണ്ട്. അറ്റ് ദ സെയിം ടൈംസ് നല്ല കോമഡിയും ചേട്ടൻ പറയും അല്ലേ, നല്ല തമാശയൊക്കെ പറയില്ലേ? ആണോ? എന്തായാലും ചേച്ചി ഉറപ്പായിട്ട് പറയും, ഉറപ്പല്ലേ? എന്ന് വിശ്വാസത്തിന് പുറത്ത് നമുക്ക് മുന്നോട്ട് പോവാം. അതെ, ഇരിക്കണം ചേച്ചി. ചേട്ടാ എന്നാ ഉണ്ട് വിശേഷം? കുറെ നാളായി കണ്ടിട്ട്, കുറെ വിശേഷങ്ങളൊക്കെ അറിയാനുണ്ട്. സുഖമായിട്ടിരിക്കുന്നു? ഞാൻ ഈ പരിപാടി വിടാതെ കാണുന്നൊരു പരിപാടിയാണ്. ഞാൻ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയില്ലെങ്കിൽ എനിക്ക് നല്ല ഭക്ഷണം രുചിച്ച് നോക്കിയാൽ എനിക്ക് എന്റെ ദൈവമേ, ആദ്യമേ ചങ്കടിച്ചിട്ട് തന്നെ ഞാൻ ഇരിക്കണല്ലേ? ഇല്ല, എനിക്ക് പ്രത്യേകിച്ച് ഞങ്ങൾക്ക്, ഞാൻ തൃശ്ശൂർക്കാരനാണെന്ന് അറിയാലോ, ഞങ്ങൾക്ക് ഈ കുറച്ച് എരിവ് കൂടുതലുള്ളതും ഭക്ഷണം ഇഷ്ടമാണ്. അതേസമയം തന്നെ നിങ്ങളുടെ ഈ കോട്ടയം സ്റ്റൈലുള്ള ഭക്ഷണം ഉണ്ടല്ലോ, ഞാനധികം ഈ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ അവിടുത്തെ നാടൻ കള്ള് ഷാപ്പുകളുണ്ട്. അയ്യോ എന്നാ രുചിയാന്നറിയാം അവിടുത്തെ മീൻകറിയും ഇറച്ചിക്കറിയും ഒക്കെ. അതുമാതിരി എന്താണ് പറയാ, ഈ ഇറച്ചിയെല്ലാം ഈ പാറയിലിട്ടിട്ട് ഇതാക്കിയിട്ട് ചുട്ടു തരുന്നത്, പിന്നെ ഉണക്കക്കപ്പേരെ ഭയങ്കര ഡിഫറെന്റ് ആയ കോമ്പിനേഷൻസ് ആണ്. ചുരുക്കം പറഞ്ഞ ചേട്ടനെ മിക്ക ഭക്ഷണവും കഴിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയാം അല്ലേ? പലതരം ഭക്ഷണം വെറൈറ്റി ആയിട്ട് ചേട്ടൻ കഴിച്ചിട്ടുണ്ട്. ഫുഡിയാ ചേട്ടന് ഇഷ്ടമാ ആഹാരം ഇഷ്ടം, പക്ഷെ കുറച്ചേ കഴിക്കൂ. പക്ഷെ അത് രുചിയായിട്ട് കൊടുക്കണം. ഈ മണം വരുമ്പോ തന്നെ പറയും ഇന്നത് കുറവുണ്ട് എന്നൊക്കെ. ചേട്ടൻ പാചകം ചെയ്യും? അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും പാചകം ചെയ്യാത്ത ഒരു വ്യക്തിക്ക്? എപ്പോഴും വിളിച്ച് ചോദിക്കും ഇതെല്ലാം ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കും. ചേട്ടന് പക്ഷെ ഒരു ഗ്യാസ് ഓൺ ചെയ്യാനോ കത്തിക്കാനോ അറിഞ്ഞൂടെ ഇന്നവരെ ചെയ്തിട്ടുമില്ല. പക്ഷെ ഈ മണമൊക്കെ വരുമ്പോ ചേച്ചിക്ക് നല്ല പണിയാ ചുരുക്കം. അതായത് സന്ധ്യയാണ് ആദ്യമായിട്ട് ഈ ഹൈ ലെവൽ ലിവിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ദൂരദർശനിൽ, അതിന്റെ മലയാളത്തിൽ ONV സാറാണ് അതിനെ പരിഭാഷപ്പെടുത്തിയിട്ട് ചാരിതമീ ജീവിതം എന്നുള്ളൊരു പേര്. അത് ഭക്ഷണം ഉണ്ടാക്കുന്നത്, നല്ല ഡ്രസ്സുകള്, നല്ല വീടുകള്, അതിൻ്റെയൊക്കെ. പക്ഷെ അന്ന് കുറച്ചുകൂടി നമ്മൾ കുറച്ച് സങ്കുചിതമായിട്ട് ചിന്തിക്കുന്ന ആളുകളായിരുന്നു. പ്രത്യേകിച്ച് സന്ധ്യയുടെ വരുന്ന ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് അവർ പറയുന്നത് വെച്ചാൽ നമ്മൾ പുരോഗമനവാദികൾ ഇങ്ങനെ വലിയ ആളുകളുടെ ഭക്ഷണം ഉണ്ടാക്കുക, അങ്ങനെ ജീവിതത്തിൽ അത് ആ കാലഘട്ടം. അന്ന് ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു, സ്ത്രീ എന്ന് പറയുന്നത് എന്നും അടുക്കളയിൽ നിൽക്കുന്നതാണോന്ന് ചോദിച്ചു. ഞാൻ ഈ കുക്കറി ഷോയാണ് ചെയ്തത്. അത് പലതരത്തിലുള്ള മലബാർ പാചകം, പ്രകൃതി ജീവന പാചകം, സിറിയൻ ക്രിസ്ത്യൻ പാചകം, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതികളാണല്ലോ. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ പ്രോഗ്രാം ചെയ്തപ്പോൾ എല്ലാവരും എന്നെ ഒരുപാട് കംപ്ലൈന്റുകളുണ്ട്. കംപ്ലൈന്റ് ഇൻ ദ സെൻസ് ചെയ്യാൻ പാടില്ലെന്നോ? സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അടുക്കള നിൽക്കുന്നതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സ്ത്രീ അതിന്റെ ഒക്കെ മുകളിലാണ് അങ്ങനെ ഇങ്ങനെ. അത് മാത്രല്ല, ഇതൊക്കെ ഒരു ഭയങ്കര ഒരു എന്താ പറയാ, കുറച്ചും കൂടി ഒരു എന്താ പറയാ സ്നോബറിയുടെ ഇതിന്റെ ഒക്കെ ഒരു അവസ്ഥയാണെന്ന്. പക്ഷെ അത് നമ്മുടെ ഒരു സംസ്കാരത്തിന് ഭാഗം, നമ്മുടെ പാചകം ഭക്ഷണ രീതി എന്നൊക്കെ നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണെന്നുള്ളത് പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് അവർക്കത്. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? ശരിക്കും എന്ത് സ്ത്രീകൾ എന്ത് ചെയ്താലും ഉടനെ ശരിക്കും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. കാര്യം ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് അറിയാത്ത എത്രയോ ഭക്ഷണം ഉണ്ടാവും, നമുക്ക് പഠിക്കാൻ താല്പര്യമില്ല. ശരിക്കും പറഞ്ഞ കേരളത്തിൽ തന്നെ ശരിക്കും പറഞ്ഞ കാസർഗോഡുള്ള ഭക്ഷണമല്ല കണ്ണൂർ വരുമ്പോ എല്ലാം വ്യത്യാസം. പിന്നെ കോഴിക്കോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ വ്യത്യാസമാണ്. ശരിക്കും കുഞ്ഞുനാളിലുള്ള ചേട്ടാ ചൈൽഡ്ഹുഡ് ഒന്ന് പറയോ ഞങ്ങക്ക്? തൃശ്ശൂര് ഒരു വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലി സെറ്റപ്പിന് വന്നതാണ്. അപ്പം അത് അങ്ങനെ അവിടെ പഠിക്കുമ്പോൾ അത് പിന്നെ ഞാൻ നാഷണൽ സ്കൂൾ ഡ്രാമയിൽ പോയി അവിടുന്ന് ഒരു പയ്യൻ നാഷണൽ സ്കൂൾ ഡ്രാമയിലൊക്കെ പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലാതെ മാത്രമല്ല, അതായത് എവിടേക്കാ പോയി പഠിക്കാൻ പോകുന്നത്? ഡൽഹിയിലേക്കാണ് പോകുന്നത്. അതായത് ഡോക്ടർ ആവാനാ അല്ലെങ്കിൽ പ്രൊഫസർ ആവാനാ വക്കീലാവാനാ ഒന്നും നാടകം പഠിക്കാൻ പോവുകയാണ്, മനസ്സിലായി. പക്ഷെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മാവന്മാരെ കുറച്ചും കൂടി ഒരു ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്. പക്ഷെ അമ്മയ്ക്ക് ഞാൻ ഏറ്റവും താഴെയുള്ള കുട്ടിയായ കാരണം
ഇച്ചിരി കൊഞ്ചല് കൂടുതലാണ്, ദൂരെ പോകുമ്പോ ഒരു സങ്കടം. അതായത് എൻ്റെ ഒരു 10-12 വയസ്സ് വരെ ഞാൻ കുളിച്ചു വന്നു കഴിഞ്ഞാൽ തോർത്തി തന്നിരുന്ന ഒരു അമ്മയാണ്. ഓ, അപ്പൊ അത്ര കൊഞ്ച് വളർത്തിയതാണ്. അങ്ങനെയാണ് പെട്ടെന്ന് ഞാൻ അവിടെ നാട്ടിക എസ് എൻ കോളേജിൽ പഠിക്കുകയാണ്. അപ്പോഴാണ് അവിടുത്തെ കുറച്ച് പിന്നത്തെ MLA ഉണ്ട്, നമ്മുടെ അരുണൻ മാഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാവനാണ് അരുണൻ മാഷ്. അപ്പം അങ്ങനെ അവർക്കൊക്കെ ഒരു നാടകമായിട്ട് ബന്ധമുള്ള കുറച്ച് ആളുകളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് എന്നിൽ അങ്ങനെ അന്ന് തൊട്ടേ ചെറുതായിട്ടൊരു കലാവാസന ഉണ്ടായിരുന്നിരിക്കണം. അപ്പം അങ്ങനെ നാടകത്തിലൊക്കെ പോയി അങ്ങനെ അത് ചെയ്തു. പിന്നെ എൻ്റെ വേറൊരു അമ്മാവനാണ് ഡൽഹിയിലന്ന് ഇവിടുത്തെ ലളിതകലാ അക്കാദമിയിലെ എക്സിബിഷൻ ഓഫീസറായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അപ്പം അദ്ദേഹം, എൻ്റെ അമ്മ ടീച്ചറാണ്, സുമ ടീച്ചർ എന്നാണ് വിളിക്കുക. അപ്പം അദ്ദേഹം എൻ്റെ അമ്മയുടെ ശിഷ്യനും കൂടിയാണ് അദ്ദേഹം. അപ്പം എന്നെ കണ്ടപ്പോൾ അതാണ് ഒരു പ്രധാന കാരണം. അദ്ദേഹം വന്ന് പറഞ്ഞു, സുമ ചേച്ചി എന്തുകൊണ്ട് പിന്നെ നാഷണൽ സ്കൂൾ റൂമിൽ പഠിപ്പിക്കാൻ വിട്ടുകൂടാ? അപ്പം വളരെ ക്രൂരമായിട്ട് നിനക്ക് വേറെ പടിയൊന്നുമില്ല, നീ പോയാന്ന് പറഞ്ഞു. അങ്ങനെ ഇത് പക്ഷെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നു. ഞാൻ പിറ്റേ ദിവസം കാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഇത് എനിക്കൊന്ന് ഞാൻ ജസ്റ്റ് BSc പരീക്ഷയുടെ എല്ലാം കഴിഞ്ഞു, പിന്നെ പ്രാക്ടിക്കൽ മാത്രമേ പിന്നെ കഴിയാനുള്ളൂ. അപ്പം അതിൻ്റെ ഗ്യാപ്പിലാണ് ഈ സംഭവം. അപ്പം ഞാൻ ഇദ്ദേഹത്തിന് ധർമ്മരത്നം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല ടീച്ചർ ചേച്ചി തോന്നുന്നില്ല. അപ്പം അങ്ങനെ നമ്മുടെ അമ്മാവന്മാരോടൊക്കെ പറഞ്ഞ് റെക്കമെൻഡ് ചെയ്ത് ഒരു വിധത്തിൽ അമ്മ സമ്മതിച്ചു. അങ്ങനെയല്ല, ഇവനെന്തായാലും പോയി ഡൽഹിയൊക്കെ ഒന്ന് പോയി കാണട്ടെ. അപ്പൊ ചിലപ്പോ മനസ്സ് മാറിയ ഡൽഹി പോയി കണ്ട് അവിടെ വലിയത് കണ്ടപ്പോ അവൻ അവിടെ നിന്ന് മടങ്ങിപ്പോയിരുന്നു. ഈ ഓർത്തഡോക്സ് ഫാമിലി ആന്ന് പറഞ്ഞു. ചേട്ടന് മനസ്സിൽ കലയുണ്ട്, പക്ഷെ ഈ ഓർത്തഡോക്സ് ഫാമിലിയിൽ പക്ക സ്ട്രിക്റ്റ് ആണല്ലോ, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, മാക്സിമം പോയ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാക്കി എടുക്കുക എന്നുള്ളതായിരിക്കും. എന്റെ ചേട്ടൻ ഒരു ഡോക്ടറായിരുന്നു, അത് തന്നെയായിരുന്നിരിക്കണം അവരുടെയും ഒരു ആഗ്രഹം. ഒന്നെങ്കിൽ ഒരു പ്രൊഫസർ, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആക്കി. അതാ. അപ്പൊ അങ്ങനെ ചേട്ടൻ ഈ കലയിലോട്ട് പോകുമ്പോ ഈ ഒളിച്ചും പാത്തും പോവുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയില്ല. ഞാൻ ഇവിടെ കോളേജിൽ SM കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ നാടകത്തിൽ അഭിനയിക്കാറുണ്ട്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ ആയിരുന്നത്. പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് അത് നിർത്തിവെച്ചിട്ട് അങ്ങനെയാണ് ഈ സംഭവത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഞാൻ പോയ കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഒരു കഥയാണത്. അങ്ങനെ ഞങ്ങളുടെ ഒരു ഭാസ്കരൻ, അതായത് അപ്പൊ അങ്ങനെ ഒരു വിധത്തില് ഈ ധർമ്മേട്ടൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു അപ്ലിക്കേഷൻ വെറുതെ ഒന്ന് എഴുതിയ എന്റെ കയ്യിൽ തരാം. അല്ലല്ല, എന്റെ കയ്യിൽ തരാൻ പറഞ്ഞു. ഞാൻ വെറുതെ ഇങ്ങനെ എഴുതി, ഒരു സാധാരണ പേപ്പറിൽ എഴുതി ഇങ്ങനെ കൊടുത്തു. ഞാൻ വിചാരിച്ചത് ഇതോടുകൂടി അവസാനിക്കുന്നു. അങ്ങനെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ടെലഗ്രാം അല്ല അന്ന് വരിക, ഇതുമാതിരി ഇതല്ല ടെലഗ്രാം. അപ്പോൾ എഴുതിയിരുന്ന യു ഹാവ് ബീൻ സെലക്ടഡ് ഫോർ ദിസ് ഇന്റർവ്യൂ. പിന്നെ ഈ അങ്ങോട്ട് ചെല്ലാനുള്ള പൈസയും ഇതൊക്കെ എല്ലാം അവിടെ വന്നു കഴിഞ്ഞാൽ റീഇംബേഴ്സ്മെന്റ് ഉണ്ട്. അപ്പൊ അന്ന് ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ് മാത്രമാണ് ഉള്ളത്, ഡയറക്റ്റായിട്ട് ട്രെയിനില്ല ഡൽഹിയിലേക്ക്. മദ്രാസിൽ പോയിട്ട് GT എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും MP-മാർ മാത്രം പോകുന്ന ഒരു എക്സ്പ്രസ് ആണ്. അന്ന് GT എക്സ്പ്രസ് മാത്രം. ഇപ്പോഴും വളരെ സദേൺ റെയിൽവേ ഉണ്ട്. സദേൺ റെയിൽവേയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ട്രെയിൻ ഇപ്പോഴും GT ആണ്. അങ്ങനെ ഈ ഭാസ്കരൻ നായർ അദ്ദേഹത്തിൻ്റെയും കൂടെ ഞാൻ ഒരു 19 വയസ്സുള്ള പയ്യൻ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് സെലക്ഷൻ കിട്ടാൻ പോകില്ല, എന്തായാലും അവിടെ പോകാൻ കാണാമെന്നാണ്. അങ്ങനെ ഡൽഹിയിൽ ചെന്നു. അവിടെ ഭാസ്കരൻ നായർ ഒരു കൊന്നൂർ പ്ലേസിലുള്ള ഒരു മലയാളി ഹോട്ടൽ, ഇപ്പോഴും ഉണ്ട് മലയാളി ഹോട്ടൽ, അവിടെ താമസിച്ചു. അപ്പം ഞാൻ പിറ്റേ ദിവസം ഒരു ഡയറി ആയിട്ട് ചെന്നു. അപ്പം അവിടെ ചെന്നപ്പോൾ ബാക്കി ഇന്റർവ്യൂവിന് വന്നുള്ളവരൊക്കെ താടി വെച്ചിട്ടുള്ള എന്നേക്കാൾ നല്ല പ്രായമുള്ള ആളുകളാണ് മനസ്സിലായത്. യൂത്ത്. അപ്പൊ എല്ലാവരും എന്നെ വളരെ ഇങ്ങനെ ഒരു അത്ഭുത ജീവിനെ നോക്കുന്ന മാതിരി, ഇവനെന്താ ഈ ചക്കനെന്താ ഇവിടെ പരിപാടി. അപ്പൊ ഭാസ്കരൻ നായർ പറഞ്ഞു, എന്തായാലും നീ കിട്ടാനൊന്നും പോകില്ല, നീ വെറുതെ പോക്കിയോ. അങ്ങനെ എന്നെ വിളിക്കണില്ല, മനസ്സിലായ, എന്നെ തീരെ വിളിക്കുന്നില്ല. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അവരെൻ്റെ കാര്യം മറന്നോ അല്ലായിരുന്നു. അവസാനം എന്നെ വിളിച്ചു. അപ്പോൾ വളരെ
പിന്നെ അവരാരോഗ്യ എന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. എന്നെ ഇന്റർവ്യൂ ചെയ്ത ഒരു ആരോഗ്യമാണെന്നുള്ളത്. എന്നെ ഇന്റർവ്യൂ ചെയ്തത് സീനിയർ KPS മേനോൻ, സീനിയർ എന്ന് പറഞ്ഞ KPS മേനോൻ, വലിയ ഇന്ദിരാഗാന്ധിയൊക്കെ സെക്രട്ടറി ആയിരുന്ന ആള്, ഇത് ചെയ്യുന്ന ആള്. അപ്പൊ എന്നെ കണ്ടപ്പോൾ തന്നെ അവർക്ക് വളരെ തമാശ തോന്നി, മനസ്സിലായി വരുന്നത്. അപ്പൊ എന്നോട് ചോദിച്ചു, വാട്ട് ഈസ് ദ യു ആർ കമ്മിങ് ഫ്രം കേരള, ദ ലാൻഡ് ഓഫ് കഥകളി. യെസ്. എനിക്ക് അത്ര ഫ്ലുവൻ്റ് ആയിട്ടൊന്നും ഇംഗ്ലീഷിൽ പറയാൻ പറ്റില്ല. വാട്ട് ഈസ് ഇറ്റ്സ് അഫിനിറ്റി വിത്ത് അറബിക് തിങ്, അറബി ഇതായിട്ട് എന്ത് അഫിനിറ്റിയാണ് ഈ കഥകളിക്കുള്ളത്. അപ്പം എനിക്ക് പെട്ടെന്ന് എനിക്ക് തോന്നി അതുണ്ടല്ലോ, അറബിക് അതായിട്ട് എന്ത് തോന്നുന്നുണ്ടല്ലോ. അപ്പം ഈ സ്ത്രീകളുടെ ഡ്രസ്സ് അറബി ഡ്രസ്സാണ്, തട്ടം ഇതാണ് സ്ത്രീകളുടെ. അപ്പം അവർക്ക് തോന്നി ഇവൻ ചെക്കനാള് ചെറിയ മോശമല്ല, കുഴപ്പമില്ല. പിന്നെ ചോദിച്ചു, നീ ഇപ്പോൾ അത് സപ്പോസ് യു ഗോട്ട് ദ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അപ്പം ഞാനൊരു തട്ട് തേടി ഞാൻ എൻ്റെ ഗ്രാമത്തിൽ പോയി സാധാരണക്കാരെയും പാവങ്ങളെയും കർഷകരെയൊക്കെ നാടകം പഠിപ്പിക്കും. അപ്പം കിട്ടിയ കാഴ്ചയാണ്. എന്നിട്ട് അപ്പൊ കൾച്ചറും അഗ്രികൾച്ചറും മിക്സ് ചെയ്തിട്ട് ഒരു നാടകം ഇതുണ്ടാവും. അത് വിധിയുടെ വേറെ എന്തോ ഒരു ഇതുപോലെ തന്നെ. ഞാൻ കഴിഞ്ഞ VSന്റെ ഗവൺമെന്റ് കാലത്ത് ഹോർട്ടികോർപ്പ് എന്ന് പറഞ്ഞ കൃഷി വകുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ടതിന്റെ ചെയർമാനായിരുന്നു. അത് അപ്പോഴേ ഞാൻ നോക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഞാൻ സ്ഥാനം ഏറ്റെടുത്ത് എല്ലാ സ്റ്റാഫിനോടും പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കൾച്ചർ തന്നെയാണ് അഗ്രികൾച്ചർ, അഗ്രികൾച്ചർ തന്നെയാണ് കൾച്ചർ. ഇപ്പോൾ ആനി വളരെ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയാണ്. അല്ല, എനിക്കറിയാതെ, കാരണം നിങ്ങളുടെ സംസാരിക്കുമ്പോൾ അതിലെ ഡെഡിക്കേഷൻ മറ്റൊരു കാര്യങ്ങളും പറയുമ്പോൾ നമുക്കറിയാം. കാരണം അല്ലാതെ വെറുതെ ഇത് അറിയുന്നത് കൊണ്ടാണ് ഇതിനെപ്പറ്റി ഇത്ര ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. പക്ഷെ നമുക്ക് ഈ ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും നമ്മളിവിടെ ഉണ്ടാക്കുന്നതല്ല. ഇപ്പൊ ഇതിലെ കോളിഫ്ലവർ, അതിന്റെ ക്യാപ്സിക്കൻ, മറ്റു സാധനങ്ങളൊക്കെ ഇതൊന്നും നമ്മൾ ഉണ്ടാക്കുന്നതല്ല. നേരെ മറിച്ച് ഇത് നമ്മൾ ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ അതിന് രുചി കൂടും. ഇല്ലേ? ഇല്ലേ? ഇപ്പൊ നമ്മളൊരു പാവയ്ക്ക അല്ലെങ്കിൽ പപ്പക്കായോ മറ്റേ സാധനം നമ്മുടെ ഇവിടെ നിന്ന് ഇപ്പൊ ഈ നമ്മുടെ മുരിങ്ങക്കായ തന്നെ, ഞാൻ കൃഷി കൂടി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുരിങ്ങക്കായ്ക്കും നമ്മളിവിടെ ഉണ്ടാക്കുന്ന മുരിങ്ങക്കായ്ക്ക് എനിക്കറിയാം, അത് ഇട്ട് ഉണ്ടാക്കുമ്പോൾ അതിന്റെ വ്യത്യാസം ഇല്ലേ? അപ്പൊ നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താ വെച്ചാൽ, ലോകത്തെ ഏറ്റവും വലിയ കൺസ്യൂമർ സ്ഥലമാണ് കേരളം. നമുക്ക് വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുള്ളതാണ്. നമുക്ക് വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അത് മലയാളത്താർക്ക് വേണ്ടിയിട്ടാണ് ഈ കൃഷി. അതിനകത്തുള്ള മരുന്നെല്ലാം നല്ല പ്യൂർ ആയിട്ട് അവർ തൊടില്ല ഈ സാധനം. ഈവൻ നമുക്കില്ല കോഴീനെ വളർത്തുന്ന പോലും നമുക്ക് തരാനുള്ളതോ, നമുക്ക് തരാനുള്ള വേറെയാണ്, മറ്റു വേറെയാണ്. ഞാനിതൊരു ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി പറയില്ല കേട്ടോ. ഞാൻ കണ്ട കാഴ്ച